നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാനൊരു ഫ്രീലാൻസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടിംഗ് പ്രോജക്റ്റ് ഓൺബോർഡ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വൺസ് ആ ക്ലയൻറ്റ് ഓൺബോർഡ് ചെയ്തതിന് ശേഷം ഞാൻ ആ ക്ലയൻറ്റിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അവരുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, നമ്മുടെ എന്തൊക്കെ ടീം മെമ്പേഴ്സ് ആണ് അതിൽ ഇൻവോൾവ് ആവുന്നത് എന്നുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തനിയെ ഫ്രീലാൻസ് ചെയ്യുന്നു, അല്ല നിങ്ങൾക്കിപ്പോൾ ചെറിയൊരു ടീമുണ്ട്, നിങ്ങൾ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അങ്ങനെയൊക്കെ ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ യൂസ്ഫുൾ ആവും. എന്താണ് ഞാൻ ഇതിലേക്ക് ചെയ്യുന്ന പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ക്ലയൻറ്റ് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ മേടിക്കുന്നത് പേയ്മെന്റ് ആണ്. ബിക്കോസ് പേയ്മെന്റ് ഇല്ലാതെ എല്ലാവർക്കും പേയ്മെന്റ് ആണല്ലോ വേണ്ടത്. 50% അപ് ഫ്രണ്ട് ആയിട്ടുള്ള അഡ്വാൻസ് പേയ്മെന്റ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ബാക്കിയുള്ള ഏത് ഇതിലേക്കാണ് നമ്മുടെ പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇമെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഫ്രീലാൻസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് തന്നെ ഒരു പ്രൊഫഷണൽ വേ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എല്ലാവരും പഠിച്ചു വരുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആദ്യമേ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് നിങ്ങളുടെ ഒരു ഫ്രീലാൻസിങ് കരിയറിൽ എടുക്കാൻ പറ്റുന്നത് നന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വാട്സാപ്പിൽ ഈ കാര്യങ്ങളൊന്നും വായിക്കാതെ ഇമെയിൽ, അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ കളക്ട് ചെയ്യുക. നമുക്കും ഒരു ഡൊമെയിൻ മേടിച്ച് വെക്കുക. ഡൊമെയിൻ മേടിച്ച് വെച്ചാൽ അതിൻ്റെ ഒരു ഡൊമെയിനിലത്തെ ഇമെയിൽ ഐ ഡി തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ആ ഇമെയിലിൽ നിന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും നമ്മുടെ പേയ്മെൻറ്റും ബാക്കിയെല്ലാം നമ്മൾ ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി അതിന് മുന്നേ നമ്മൾ കോട്ടെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടാവും. ആ കോട്ടെല്ലാം അവർ അപ്രൂവ് ചെയ്തതും അവർ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ ഇമെയിൽ കോൺവെർസേഷൻസ് ഒക്കെ ഇതിന് മുന്നേ ഉണ്ടാവും. സോ ഞാൻ ഓൺ ബോർഡ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓൺ ബോർഡിങ്ങിന് മുന്നേ ക്ലയൻറ്റിനെ പിച്ച് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ ഒരു കമൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ഉണ്ടാക്കുന്നുണ്ടാവും ഇഫ് യു നീഡ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഓൺ ബോർഡിങ്ങിന് ശേഷമുള്ള കാര്യങ്ങളാണ്. സോ ഡെഫിനറ്റ്ലി ആദ്യം നമ്മൾ പേയ്മെന്റ് കളക്ട് ചെയ്യുന്നു. അപ് ഫ്രണ്ട് ആയിട്ട് ഒരു അഡ്വാൻസ് 50% പേയ്മെന്റ് നമ്മൾ കളക്ട് ചെയ്യുന്നു. അതായത് ഒരു 1 lakh rupees ആണെങ്കിൽ 50,000 rupees ഒക്കെ നമ്മൾ അപ് ഫ്രണ്ട് ആയിട്ട് ആദ്യം കളക്ട് ചെയ്യുന്നുണ്ടാവും. അതാണ് ആദ്യമേ ചെയ്യേണ്ടത്. ബിക്കോസ് മണി മാറ്റേഴ്സ്. ഓൾസോ നമ്മളിപ്പോൾ ഈ അപ് ഫ്രണ്ട് പേയ്മെന്റ് ചോദിക്കുന്ന ടൈമിൽ നമ്മുടെ ഇൻവോയ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇൻവോയ്സ് ആയിരിക്കും നമ്മൾ മിക്കവാറും ഇമെയിലിൽ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇൻവോയ്സിൽ എത്രത്തോളം അഡ്വാൻസ് ആണ് ഇവർ പേ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിലും അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഏതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ ആ ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ഇൻവോയ്സ് മാത്രമല്ല, നമ്മളൊരു ക്ലയൻറ്റ് അവരെ ഓൾറെഡി നമ്മുടെ അതിന് മുന്നത്തെ പ്രീവിയസ് ഡിസ്കഷനിൽ അവർ നമ്മുടെ വർക്ക് ചെയ്യാൻ ഓക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു കോൺട്രാക്റ്റും കൂടെ അവർ അയച്ചു കൊടുക്കുക. നമ്മുടെ കണ്ടീഷൻസ് എന്താണ്, നമ്മൾ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്, എത്രത്തോളം കമ്മിറ്റ്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ സർവീസസ് ആണ് നമ്മൾ കമ്മിറ്റ് ചെയ്തേക്കുന്നത്, എത്രയാണ് ടോട്ടൽ മന്ത്ലി ഒരു ബില്ലിംഗ് ഉള്ളത്. സോ അതെല്ലാം ആ ഒരു കോൺട്രാക്റ്റിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണോ വെക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണോ ക്ലയൻറ്റിൻ്റെ അടുത്ത് കൺവേർട്ട് ചെയ്ത ടൈമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ഒരു കോൺട്രാക്റ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. പിന്നീട് എന്തെങ്കിലും ഒരു വേറൊരു ഡിസ്കഷനൊക്കെ പിന്നീട് ഇൻ ദ ഫ്യൂച്ചർ വന്നു കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റിൽ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സൈഡ് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ക്ലിയർ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഈ കൺവേർട്ട് ചെയ്ത ടൈമിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്, എന്തൊക്കെ കമ്മിറ്റ്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ സർവീസസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്, എത്ര പേയ്മെന്റ് ആണ്, ആ പേയ്മെന്റ് എങ്ങനെ കളക്ട് ചെയ്യുന്നു, പേയ്മെന്റിന്റെ ടൈമിംഗ് എങ്ങനെയാണ്, എത്ര പെർസെൻറ്റേജ് ആണ് ആദ്യം പേ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർലി കോൺട്രാക്റ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ നമ്മൾ ആദ്യം തന്നെ ഒരു ഓൺ ബോർഡിങ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ ടീമിനൊക്കെ മീറ്റ് ചെയ്യിക്കുന്ന ഒരു കിക്ക് ഓഫ് മീറ്റിംഗ് പോലത്തെ ഒരു സംഭവം നമ്മൾ എടുക്കുമല്ലോ. ഒരു ഓൺ ബോർഡിംഗ് മീറ്റിംഗോ കിക്ക് ഓഫ് മീറ്റിംഗ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടാവും ക്ലയൻറ്റുമായിട്ട്. ആ ടൈമിലായിരിക്കും നമ്മുടെ ടീം മെമ്പേഴ്സും എല്ലാവരും നമ്മൾ പരിചയപ്പെടുത്തുന്നതും ഈ ഒരു പേഴ്സണാണ് ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു വർക്ക് ഫ്ലോ എന്നുള്ളതെല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു കോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ ആ കോളിൽ തന്നെ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ വർക്ക് ടൈമിംഗ് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആണ്, എത്രത്തോളം ടൈം എടുക്കും ഒരു റെസ്പോൺസ് കിട്ടാൻ എന്നുള്ള ഫുൾ കാര്യം ആ ഒരു കോളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ നിങ്ങൾ കോൺട്രാക്ട് അയക്കുന്ന ടൈമിലും മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആദ്യമേ ഒരു പ്രൊഫഷണൽ അപ്രോച്ചും ഈ പറഞ്ഞ ബൗണ്ടറീസും ആദ്യം തന്നെ കീപ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് ആ ക്ലയൻറ്റുമായിട്ടുള്ള നല്ലൊരു ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ആ ക്ലയൻറ്റിന് നല്ല രീതിയിൽ റിസൾട്ട് കൊടുക്കുന്നുവെങ്കിൽ ആ ക്ലയൻറ്റ് ലോങ് ടേം നമ്മുടെ കൂടെ ഒരു റീറ്റെയിനർ ബേസിസിൽ നമ്മുടെ കൂടെ നിൽക്കാനുള്ള ഹൈ ചാൻസസ് ഉണ്ട്. അവർ വേണമെങ്കിൽ ബാക്കിയുള്ള നമ്മൾ പിച്ച് ചെയ്ത സർവീസസ് അല്ലാതെ വേറെ സർവീസസും നമ്മൾ പിന്നീട് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആഡ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ അവർ നമ്മുടെ ഇങ്ങോട്ട് ഈ സർവീസ് കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കോൺവെർസേഷൻ എല്ലാം ഇൻ ദ ഫ്യൂച്ചർ വരാനുള്ള ഹൈ ചാൻസസ് ഉണ്ട്. എൻ്റെ ക്ലയൻസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഉള്ള എല്ലാ ക്ലയൻസും തന്നെ റീറ്റെയിനർ ബേസിസിൽ കുറേ വർഷമായിട്ടുള്ള ക്ലയൻസ് ആണ്. അതെല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് നമുക്കത് ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ഞാൻ ആദ്യം തുടങ്ങിയ ഒരു സർവീസ് ചാർജോ ഞാൻ ആദ്യം തുടങ്ങിയ സർവീസസോ മാത്രമല്ല ഞാനിപ്പോൾ ക്ലയൻസിന് ഓഫർ ചെയ്യുന്നത്. സർവീസ് ചാർജ് ഡെഫിനറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത സർവീസസിൻ്റെ പുറമെ വേറെ ഇഷ്ടംപോലെ ആഡ് ഓൺ സർവീസസ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു ബോണ്ടിൽ നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ക്ലയൻസുമായിട്ട്.
അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ടിങ് ടൈം തൊട്ടേ ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ബൗണ്ടറീസ് ക്ലിയർ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീലാൻസിങ് ചെയ്യുന്ന ടൈമിൽ. വൺസ് ഈ പറഞ്ഞൊരു കോൺട്രാക്ട് അവർ ഓക്കെ ആയി, അവർ അത് സൈൻ ചെയ്തു, അതുപോലെ തന്നെ അവർ 50% പേയ്മെൻറ്റും എല്ലാം അവർ അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിന് മുന്നേ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്തതിന് ശേഷമായിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യനെയർ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ടാവും, ഒരു ക്ലയൻറ്റ് ഓൺ ബോർഡിംഗ് ക്വസ്റ്റ്യനെയർ എന്നുള്ള രീതിയിൽ. ആ ക്വസ്റ്റ്യനെയറിൽ പല കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ടാവും. അവരുടെ ബ്രാൻഡ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അവരുടെ ഗോൾ എന്താണ്, അവരുടെ ബ്രാൻഡ് വോയിസ് എന്താണ്, അവർക്ക് എന്തൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ വർക്കൗട്ട് ആയിട്ടില്ല, ഇതുവരെ അവർ എന്തൊക്കെ ട്രൈ ചെയ്തു എന്നുള്ള ഫുൾ ഡീറ്റെയിൽ, അവർ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ ബ്രാൻഡിനെ പറ്റിയും അവരുടെ മാർക്കറ്റിംഗ് ആംഗിളത്തെ കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനെയർ ആയിട്ട് അവർ ഫിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. അവർക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മളൊരു മീറ്റിംഗ് എടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തായിരിക്കും ഈ ഒരു കാര്യമെല്ലാം നോട്ട് ചെയ്ത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടാവുന്നത്. ഇല്ല അവർക്ക് ടൈം ഇല്ലെങ്കിൽ നമ്മളൊരു ഷെയറബിൾ ലിങ്ക് ആയിട്ട് നമ്മൾ കൊടുക്കും. ആ ക്വസ്റ്റ്യനെയർ അവർക്ക് ഫിൽ ചെയ്ത് സെൻഡ് ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവുന്നത്. ഈ ഒരു ഡോക്യുമെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ ഡോക്യുമെന്റ് വെച്ചിട്ട് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും അവർക്ക് വർക്കൗട്ട് ആവുന്ന കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെ രീതിയിൽ നമുക്ക് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നേരത്തെ അവർ എന്തൊക്കെ ചെയ്തു, അതിൽ എന്തൊക്കെ സക്സസ് ആയി, അതിൽ എന്തൊക്കെ ഫെയിലിയർ ആയി എന്നുള്ള ഫുൾ ഡേറ്റ നമ്മുടെ ഒരു ഡോക്യുമെന്റ് ആയിട്ടുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആ ഒരു ഡോക്യുമെന്റിന്റെ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നീട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, വൺസ് ഈ പറഞ്ഞ ഓൺ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു, ക്ലയൻറ്റ് ക്വസ്റ്റ്യനെയർ ഒക്കെ ഫിൽ ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ട്രെല്ലോയിൽ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു വർക്ക് സ്പേസിൽ ഡെഫിനറ്റ്ലി എനിക്കും ക്ലയൻറ്റിനും ബാക്കി എൻ്റെ ടീം മെമ്പേഴ്സിനും എല്ലാവർക്കും ആക്സസ് ഉള്ളതാണ് ട്രെല്ലോ എന്ന് പറയുന്നത്. ആ ട്രെല്ലോയിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. പുതിയൊരു കോണ്ടന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആ കോണ്ടന്റ് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ക്ലയൻറ്റിന് കാണാം, ക്ലയൻറ്റിന് ഫീഡ്ബാക്ക് ഇടാം, ക്ലയൻറ്റിൻ്റെ റിവ്യൂ എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ബേസിസിൽ എന്താ ഇനി ചെയ്യേണ്ടത്, അത് പ്രൊസീഡ് ചെയ്യാനോ അപ്രൂവ് ചെയ്തോ എന്നുള്ള എല്ലാ സ്റ്റേറ്റസും അതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. ക്ലയൻറ്റിൻ്റെ ഭാഗത്തുള്ള അപ്ഡേറ്റ്സ് നമുക്ക് അതിനകത്ത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡെഡ് ലൈൻസ്, ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നെക്സ്റ്റ് മന്ത് ആക്റ്റീവ് ആവാനുണ്ടെങ്കിൽ ആ ക്യാമ്പയിൻ ആക്റ്റീവ് ആവാനുള്ള ഡേറ്റും ടൈമും ഡെഡ് ലൈനും എല്ലാം അതിൻ്റെ പ്രോഗ്രസ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രെല്ലോയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്കിത് മോണിറ്റർ ചെയ്യാൻ പറ്റും. സോ ട്രെല്ലോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ട്രെല്ലോ അല്ലാതെ വേറെ ആപ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് ട്രെല്ലോ ആണ് ഞാൻ ആദ്യത്തെ ടൈമിലൊക്കെ യൂസ് ചെയ്തത്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഇനിഷ്യൽ ടൈമിൽ, എൻ്റെ ഫ്രീലാൻസിങ് കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ, അല്ലെങ്കിൽ ഒരു ടീം ബിൽഡിംഗ് എല്ലാം ചെയ്തിരുന്നൊരു ടൈമിൽ ഞാൻ യൂസ് ചെയ്ത ആപ്സും കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ അല്ലാതെ വേറെ ആപ്സും പെയ്ഡ് ആപ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിൽ കവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഇനിഷ്യൽ ജേർണിയിൽ ചെയ്ത കാര്യങ്ങളാണ്. ബിക്കോസ് ആ ഇനിഷ്യൽ ജേർണിയിൽ ചെയ്തൊരു കാര്യമായിരിക്കും ഇപ്പോൾ ഫ്രീലാൻസിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾക്കും ഈസിലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിഷ്യലി എനിക്ക് ഡൂവബിൾ ആയിട്ടുള്ളൊരു കാര്യം ഡെഫിനറ്റ്ലി ഒരു ഫ്രഷർ ആയിട്ടുള്ളൊരു ഫ്രീലാൻസറിനും ചെയ്യാൻ പറ്റേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിലത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രെല്ലോ ആണ് ഞാൻ വർക്ക് സ്പേസ് ആയിട്ട് യൂസ് ചെയ്തത്. അതിൽ ക്ലയൻറ്റിനും ആക്സസ് ഉണ്ടാവും, എൻ്റെ ടീം മെമ്പേഴ്സിനും ആക്സസ് ഉണ്ടാവും. അത് നമുക്ക് മോണിറ്റർ ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടാവും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എല്ലാ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് പ്രൊഫഷണൽ ആക്കി തന്നെ വെക്കുക. ദാറ്റ് മീൻസ് ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ ഒന്നും പോയി റാൻഡം കോൺവെർസേഷൻസ് ക്ലയൻറ്റുമായിട്ട് ചെയ്യരുത്. അപ്പോൾ വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ കുറേ ചാറ്റ് അത് അവിടെ കിടക്കും, ഇൻസ്റ്റാഗ്രാമിൽ കുറേ ചാറ്റ് അവിടെ കിടക്കും, കോളിൽ കുറേ കാര്യം ഡിസ്കസ് ചെയ്യും. ഇങ്ങനത്തെ ഒന്നും എടുക്കാതെ ഒരു പ്രൊഫഷണൽ വേയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നോക്കുക. പ്രൊഫഷണൽ വേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമെയിൽ ത്രൂ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, ഫോളോ അപ്പ് ഇമെയിൽസ് ആയിട്ട് കൊണ്ടുപോകാം. ബിക്കോസ് നമുക്ക് അപ്പോൾ ഫുൾ ട്രാക്ക് വരും, ക്ലയൻറ്റിനും അതിൻ്റെ ഒരു ഇതിന് മുന്നത്തെ കോൺവെർസേഷൻ എന്തായിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇമെയിൽ ത്രൂ തന്നെ മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ ഇമെയിൽ അല്ലാതെ പിന്നെ യൂസ് ചെയ്യുന്ന സ്ലാക്ക് ആണ്. അപ്പോൾ സ്ലാക്കിൻ്റെ അകത്ത് ഒരു പ്രൈവറ്റ് നമുക്ക് ഒരു ചാനൽ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്ലാക്കിൻ്റെ അകത്താണ് നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്നത്. വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമൊന്നും ഞാൻ ഒരു ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാറില്ല. മോസ്റ്റ്ലി ഞാൻ വോയിസ് കോൾസ് ഞാൻ പരമാവധി അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കത്തില്ല. നിങ്ങളുടെ വർക്കിംഗ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈലിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിൾ ടൈം വർക്ക് ചെയ്യണം, കൂടെ ഒരു പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് പോകണം. ഞാനിപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടിംഗ് അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ചെയ്യുന്നതിന് പുറമെ ഞാൻ ബിസിനസ് കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട്. എൻ്റെ വേറെ ടീം മെമ്പേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന UI/UX കോഴ്സും വേറെ കോഴ്സസും ഉണ്ട്. അതിന് പുറമെ വേറെ പല ആക്ടിവിറ്റീസും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ എല്ലാത്തിലും എൻ്റെ ഒരു ടൈം ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് എനിക്ക് റാൻഡംലി ഏതെങ്കിലും ഒരു ടൈമിൽ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കോൾ എനിക്ക് എടുക്കുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ റാൻഡംലി ടൈമിൽ എടുക്കുമ്പോൾ എന്ത് വെച്ചെന്ന് വെച്ചാൽ ക്ലയൻറ്റിന് ആ ഒരു ഫ്രീഡം തോന്നും എപ്പോൾ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ റാൻഡം ചെറിയ കാര്യത്തിനും ഇതുപോലെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് വെച്ചെന്ന് വെച്ചാൽ എൻ്റെ ഒരു കേസിൽ ഞാൻ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പറയുന്ന ഈ ചില കാര്യങ്ങൾ ഞാൻ മിസ്സായി പോകാറുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു പുതിയൊരു അപ്ഡേറ്റ് പറയുന്നതായിരിക്കും. ഞാൻ ചിലപ്പോൾ ഈ കോളിലായിരിക്കും അത് കേൾക്കുന്നത്. ഞാൻ വേറെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീൻ്റെ ഇടയിലാകുമ്പം ഈ ഒരു കോളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ ചിലപ്പോൾ വിട്ടുപോകാറുണ്ട്. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു ഇനിഷ്യൽ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ റാൻഡം ടൈമിൽ ഞാൻ കോൾ എടുക്കുന്നതും എപ്പോഴെങ്കിലും അവർ റാൻഡംലി വിളിക്കുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, അതൊന്നും ഞാൻ എൻ്റർടൈൻ ചെയ്യാറില്ല. അതെല്ലാം നമ്മൾ പ്രോപ്പർലി ക്ലയൻറ്റിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ക്ലയൻറ്റ് ഫസ്റ്റ് ഓൺ ബോർഡിംഗ് കോളിൽ വരുമ്പോൾ തന്നെ
നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തുകൊണ്ട് വാട്സാപ്പ് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത് എൻ്റർടൈൻ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് റാൻഡം കോൾസ് നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് നമ്മൾ അതിൻ്റെ റീസൺസ് സഹിതം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കും കുറച്ചും കൂടി ക്ലിയർ ആവും എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു മെഷേഴ്സ് എടുത്തേക്കുന്നത് എന്നുള്ളത്. അവർക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും നമ്മളൊരു ക്വാളിറ്റി സർവീസ് ഡെലിവർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ മെഷേഴ്സ് എല്ലാം എടുത്തേക്കുന്നത് എന്നുള്ളത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് വർക്കൗട്ട് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഫോമാറ്റ് ഞാൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു SOP, എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എനിക്ക് എൻ്റെ ട്രയൽ ആൻഡ് എറർ എല്ലാം ചെയ്ത് എനിക്ക് എന്ത് വർക്കൗട്ടായി, എൻ്റെ സിനാരിയോക്ക് എന്താണ് സ്യൂട്ടബിൾ, എനിക്ക് എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാനൊരു SOP ബിൽഡ് ചെയ്തിരിക്കുന്നത്. എൻ്റേതായിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അല്ലാതെ ഞാൻ വേറെ റെഫറൻസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. എല്ലാം ട്രയൽ ആൻഡ് എററിന് നമ്മൾ ഓരോ പ്രാവശ്യവും ഇംപ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ബിസിനസ് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്, കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് വേറെ എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ ഓരോ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യണം, ക്ലയൻസിൻ്റെ പ്രോജക്ട്സിൽ ഇൻവോൾവ് ചെയ്യണം, മീറ്റിംഗ് കോൾസ് എടുക്കണം, പിന്നെ അല്ലാതെയും വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പല ടൈം എനിക്ക് വേണ്ടത് കൊണ്ട് എനിക്ക് എപ്പോഴും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ക്ലയൻറ്റിൻ്റെ ഒരു കാര്യത്തിന് മുന്നിൽ എനിക്ക് ഇരിക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റാൻഡം ടൈമിൽ വിളിക്കുമ്പോൾ എനിക്ക് അതിൽ പ്രോപ്പർലി ഇൻവോൾവ് ചെയ്യാനും എൻ്റെ ഒരു ഫുൾ എഫേർട്ട് അല്ലെങ്കിൽ ഡെഡിക്കേഷൻ എനിക്ക് അവിടെ ഇടുന്നതിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഞാൻ ക്ലയൻറ്റിൻ്റെ ഈ ഒരു ഓൺ ബോർഡിങ് ചെയ്യുന്ന ടൈമിലും നമ്മൾ ആ കോൺട്രാക്ട് അയക്കുന്ന ടൈമിലും നമ്മൾ ഈ സ്ലാക്ക് ചാനലും എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ റീസൺസ് കൊണ്ടാണ്. അത് മാത്രമല്ല, ഞാനൊരു ക്ലയൻറ്റിന് ഓൺ ബോർഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ അവരുടെ കോൺട്രാക്റ്റിലും അവർക്ക് അല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് വാട്സാപ്പില്ല, എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഇല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അല്ലാത്ത കോൾസ് എടുക്കുന്നില്ല എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓൾസോ നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ടൈം മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ലൈക്ക് ഏത് ടൈമിൽ അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, ഏത് ടൈമിൽ നമുക്കൊരു മീറ്റിംഗ് വയ്ക്കാം, വീക്ക്ലി മീറ്റിംഗ്സ് ഏത് ടൈമിലാണ്, മന്ത്ലി മീറ്റിംഗ്സ് ഏത് ടൈമിലാണ് എന്നുള്ളതെല്ലാം ആദ്യമേ തന്നെ ക്ലയൻറ്റിൻ്റെ ഒരു അവൈലബിലിറ്റിയും നമ്മുടെ അവൈലബിലിറ്റിയും ഡിസ്കസ് ചെയ്ത് ഒരു ടൈം പ്രീഫിക്സ് ചെയ്യുന്നുണ്ടാവും. ആ ടൈമിലാണ് നമ്മൾ എപ്പോഴും ക്ലയൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുള്ളത്. ഇതുവരെ ഫോർ ദ ലാസ്റ്റ് 3-4 years ആയിട്ട് ഈ ഒരു പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അത് നമുക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആദ്യം ക്ലയൻറ്റിന് ഇതെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. കൺവിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു, എന്താണ് നമ്മൾ ഇങ്ങനത്തെ ഓരോ ആക്ഷൻസ് എടുക്കാനുള്ള റീസൺസ് എന്നുള്ളത്. ബിക്കോസ് ഞാനിപ്പോൾ ഈ പറഞ്ഞ സജഷൻസ് ഒന്നും ആയിരിക്കത്തില്ല അവർ നേരത്തെ വർക്ക് ചെയ്ത ഏജൻസിയിലത്തെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. ആ ഏജൻസി എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു വെയിലായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ക്ലയൻറ്റിന് അവിടെ ഫ്രീഡം ഉണ്ടായിട്ടുണ്ടാകും, അവർ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം, അവർക്ക് എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് അയക്കാം. അവർ ചിലപ്പോൾ ആ ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്ത ടൈമിൽ വാട്സാപ്പിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നത്. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ആ ഒരു ക്ലയൻറ്റിന് ഉണ്ടാവും. നേരത്തെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഏജൻസി ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, അവർക്ക് വാട്സാപ്പ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്താ വാട്സാപ്പ് ഇല്ലാത്ത, അവരെപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാമായിരുന്നു, നിങ്ങൾ എന്തെപ്പോഴും വിളിക്കാൻ പറ്റാത്ത എന്നുള്ള കാര്യങ്ങൾ പല ക്വസ്റ്റ്യൻസും അവർക്ക് ക്ലയൻറ്റിന് ഉണ്ടാവും. അത് നമ്മൾ ജെനുവിൻലി നമ്മുടെ ഒരു റീസൺസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമൊക്കെ ചിലപ്പം ആ ക്ലയൻറ്റിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, നമ്മുടെ ഒരു വേ ഓഫ് വർക്കിംഗ് അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് തരത്തില്ല. ബിക്കോസ് അതിന് മുന്നേ അവർ വർക്ക് ചെയ്ത ആൾക്കാരൊന്നും അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതുവഴി സിങ്കായി വരാൻ ടൈം എടുക്കും. ബട്ട് നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയി കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പോസിബിൾ ആയിരിക്കത്തുള്ളൂ. ടെൻഷനൊന്നും ഇല്ലാതെ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് ഒരു ഗൂഗിൾ ഡ്രൈവ്, നമ്മൾ ഷെയർഡ് ആയിട്ടുള്ള ഒരു ഗൂഗിൾ ഡ്രൈവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ആ ഗൂഗിൾ ഡ്രൈവിലാണ് ക്ലയൻറ്റിൻ്റെ നമ്മൾ ലോഗോ, അവരുടെ വേറെ എന്തെങ്കിലും ഒരു വീഡിയോസ്, അവരുടെ ബ്രാൻഡ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ഫോട്ടോസ്, സ്റ്റോക്ക് ഇമേജസ്, വീഡിയോസ്, അവർ ഓൾറെഡി കൊമേഴ്ഷ്യലായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോസ്, അങ്ങനെ എന്തെങ്കിലും ക്ലിപ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രൈവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ അകത്ത് പോയി നമുക്ക് ആക്സസ് ചെയ്യാം. മിസ്പ്ലേസ് ആകത്തില്ല. വാട്സാപ്പിൽ അയക്കുമ്പോൾ അവിടെ കിടക്കും, ഇവിടെ കിടക്കും, അങ്ങനെ പലതും ഉണ്ട്. ഇതാകുമ്പോൾ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൽ തന്നെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓൾസോ നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുന്ന, അതായത് ഡിസൈനിങ് എല്ലാം ചെയ്ത് കിട്ടുന്ന നമ്മുടെ വീഡിയോസ്, പോസ്റ്റേഴ്സ് അതെല്ലാം നമ്മൾ ഈ ഡ്രൈവിൽ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. സോ ദാറ്റ് നമുക്ക് മിസ്സായി പോകത്തില്ല. ഓൾസോ നമ്മൾ ആദ്യത്തെ ടൈം തൊട്ട് തന്നെ നമ്മളൊരു ഇൻ്റർനാഷണൽ ക്ലയൻസിനെ മാനേജ് ചെയ്ത ടൈമിൽ നമ്മൾ യൂസ് ചെയ്ത ഒരു പെയ്ഡ് ആയിട്ടുള്ളൊരു ടൂളാണ് ലാസ്റ്റ് പാസ് എന്ന് പറയുന്നത്. അത് ആദ്യം തൊട്ടേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഏതോ ഒരു പോയിന്റ് തൊട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് എപ്പോഴാണ് നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങിയത് എനിക്ക് ക്ലിയർലി എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ലാസ്റ്റ് പാസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ എപ്പോഴും ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് അവരുടെ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പാസ്വേഡ് അതെല്ലാം നമുക്ക് ചോദിക്കേണ്ട ഒരു റിക്വയർമെൻറ്റ് വരുമല്ലോ. അപ്പോൾ ഈ ലാസ്റ്റ് പാസ് അത്രത്തോളം ഹെൽപ്ഫുൾ ആണ്. അപ്പം അധികം റിവീൽ ചെയ്യാതെ കുറച്ചും കൂടെ സെക്യൂരിറ്റിയിൽ നമുക്ക് നമ്മുടെ പാസ്വേഡ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ലാസ്റ്റ് പാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അത് പെയ്ഡ് ആണ്, ഫ്രീ അല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ടച്ച് നമ്മുടെ ഒരു വർക്കിംഗ് സ്റ്റൈലിൽ കൊണ്ടുവരാനും ക്ലയൻറ്റിൻ്റെ കുറേ ക്വറീസും അവരുടെ ഒരു കൺസേൺസും അതെല്ലാം മനസ്സിലാക്കിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് ഉള്ളൊരു ഇമേജ് ആണല്ലോ നമ്മുടെ ഒരു പ്രൊഫഷണൽ ടച്ചായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് പാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓൾസോ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ഒന്നും ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമായി യൂസ് ചെയ്യരുത്. മാക്സിമം നമ്മൾ ഇമെയിൽസ് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സ്ലാക്കോ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം. ബിക്കോസ് ഇപ്പോൾ ഇൻ കേസ് ക്ലയൻറ്റ് ഇപ്പോൾ പറഞ്ഞത്
ക്ലയൻറ്റ് തന്നെ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പം നമുക്ക് ഈ പറഞ്ഞ ഒരു നേരത്തെ നമ്മൾ നേരത്തെ ഇമെയിൽ അയച്ചൊരു സംഭവമൊക്കെ ഒരു പ്രൊഫഷണൽ പ്രൂഫാണ്. നമുക്ക് വാട്സാപ്പൊക്കെ ഒരു പ്രൊഫഷണൽ പ്രൂഫായിട്ട് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും, ബട്ട് അതിൻ്റെ അത് ഇഷ്ടംപോലെ കോൺവെർസേഷൻസ് വരുമല്ലോ. സോ എപ്പോഴും ഒരു പ്രൊഫഷണൽ പ്രൂഫായിട്ട് ഈ ഇമെയിൽ തന്നെ വെക്കുന്നത് നന്നായിരിക്കും. ഓൾസോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു ലോങ് ടേം ആയിട്ട് ഒരു ക്ലയൻറ്റിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതെല്ലാം ഈ ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. അതായത് നമ്മൾ പ്രൊഫഷണലി ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടും അതിന് പ്രോപ്പർ ബൗണ്ടറീസ് വെക്കുന്നതുകൊണ്ടും അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ക്ലയൻറ്റിനെ ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ അവൈലബിൾ മീറ്റിംഗ് വെക്കാൻ, വീക്ക്ലി നമുക്ക് ഈ ടൈമിൽ മീറ്റിംഗ് വെക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ക്ലയൻറ്റും അതിൽ കംഫർട്ടബിൾ ആണ്. അവർ പ്രിപ്പയർഡ് ആയിരിക്കും, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെ വേറൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസോ അങ്ങനെയൊന്നും അധികം വരാറില്ല. ഓൾസോ നമ്മളൊരു മീറ്റിംഗ് ഇപ്പോൾ എടുക്കുവാണെങ്കിൽ തന്നെ, ഇപ്പോൾ വീക്ക്ലി മീറ്റിംഗ് എടുക്കുവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡെയിലി എന്തെങ്കിലും ഒരു ടൈമിൽ നമ്മളൊരു കോളോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു മീറ്റിങ്ങിൽ നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ ചിലപ്പോൾ ചെയ്തു എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് മന്തിൽ നമുക്ക് ഇതാണ് ക്യാമ്പയിൻ പോകേണ്ടത്. അപ്പോൾ അതിന് അവരൊരു ഐഡിയ ചിലപ്പോൾ പറയുന്നുണ്ടാവും. ആ സ്പോട്ടിൽ തന്നെ അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. നമ്മളെ മൊമെൻറ്റിൽ എന്തെങ്കിലും ഐഡിയ റാൻഡംലി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം ഒരു ഇനിഷ്യൽ ഡിസ്കഷൻ ആണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല ആ പോയിന്റ് വെച്ചിട്ടായിരിക്കും പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ അത് അവർ അപ്രൂവ് ചെയ്യുമെന്നൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവത്തില്ല. നമ്മൾ ഓൺ സ്പോട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ആ ഓൺ സ്പോട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ആ കോൾ കഴിയുമ്പോൾ എല്ലാ പോയിന്റ്സും നമുക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് ഓർമ്മ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മിനിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ്. അപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ കോളിൽ നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു ടീം മെമ്പറിനെയും കൂടെ ആഡ് ചെയ്ത് അയാൾ അസൈൻ ചെയ്യുക, മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യുക, മിനിറ്റ്സ് റെക്കോർഡ് ചെയ്ത് എഴുതി വെക്കുക എന്നെങ്കിലും. ഇപ്പോൾ നമുക്ക് വേറെ ഏതൊക്കെയോ AI ടൂൾസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഏത് AI ടൂളാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ റീസെൻ്റ്ലി അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്ത് പോകാനായിട്ട്, ആ ഡിസ്കഷൻ പോയിന്റ്സ് ഒക്കെ. അപ്പോൾ അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. റെക്കോർഡ് ചെയ്യുക, നോട്ട് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ. എന്നിട്ട് ആ ഒരു കോൾ കഴിയുന്ന ടൈമിൽ തന്നെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈലൈറ്റഡ് പോയിന്റ്സ് എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നുള്ളത് അവരുടെ നിന്ന് ഫീഡ്ബാക്ക് മേടിക്കുക. അവരിതൊക്കെ തന്നെയാണോ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ളത്. ബിക്കോസ് ഈ പറഞ്ഞ ഫുൾ ജേർണി ഡോക്യുമെന്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അതാകുമ്പോഴത്തേക്കും ഒരു ട്രാൻസ്പാരൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എല്ലാവർക്കും അറിയാം എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. എല്ലാവരും അവെയർ ആണ് എന്തൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. എല്ലാവരും അവെയർ ആണ് നമ്മൾ എപ്പോഴൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് നമ്മൾ അവൈലബിൾ ആവുന്നത്, എന്തൊക്കെയാണ് ഡെഡ് ലൈൻസ് എന്നുള്ളതൊക്കെ ഈ ട്രെല്ലോയിലും ബാക്കിയുള്ള എല്ലാം നോക്കുമ്പോൾ ക്ലിയർലി ക്ലയൻറ്റിന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ ഓൺബോർഡിങ്ങിൽ ചെയ്യുന്നൊരു കാര്യം. ഓൾസോ നമ്മളൊരു വെൽക്കം ഇമെയിൽ നമ്മൾ അയക്കാറുണ്ട്. വെൽക്കം ഇമെയിലിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഒരു ബൗണ്ടറീസ് മെൻഷൻ ചെയ്യുന്നതും, ഈ ട്രെല്ലോ, സ്ലാക്ക്, ഗൂഗിൾ ഡ്രൈവ് അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഈ വെൽക്കം ഇമെയിലിൽ വെച്ചിട്ടാണ് നമ്മൾ അയക്കാറുള്ളത്. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും ക്ലയൻറ്റ് എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. അത് ക്ലയൻറ്റിന് ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോൾ എടുത്തിട്ടായിരിക്കും ആ ഒരു ഓൺബോർഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. സോ ഇതാണ് ഒരു കുറച്ച് വർഷം മുന്നേ വരെ ഞാൻ ചെയ്തൊരു ഓൺബോർഡിംഗ് പ്രോസസ്സ്. ഇപ്പോഴത്തെ എൻ്റെ ഓൺബോർഡിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞൊരു ഓൺബോർഡിംഗ് പ്രോസസ്സ് ഏതൊരു ഫ്രഷറിനും അവരുടെ ഒരു ഫ്രീലാൻസിങ് ജേർണിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറഞ്ഞ ഓൺബോർഡിംഗ് പ്രോസസ്സിലില്ല. ബട്ട് അതൊരു പ്രൊഫഷണൽ വേ ആണ്. കുറച്ചും കൂടെ നമ്മൾ സീരിയസ് ആയിട്ടാണ് ആ വർക്കിനെ കാണുന്നത്. നമ്മൾ ഓർഗനൈസ്ഡ് ആണ്, നമ്മൾ അത്രയും പേര് എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ളൊരു ഫീൽ ഒരു വർക്കിംഗ് വേയിൽ നമുക്ക് ക്ലയൻറ്റിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇനിഷ്യൽ ഫേസിൽ ഞാൻ ചെയ്തൊരു ഓൺബോർഡിംഗ് പ്രോസസ്സാണ്. ഇപ്പോൾ ചെയ്യുന്ന ഓൺബോർഡിംഗ് പ്രോസസ്സിൽ വേറെയും സ്റ്റെപ്സ് വന്നിട്ടുണ്ട്, വേറെയും ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്, വേറെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഫ്രഷറാണ്, നിങ്ങൾ ഫ്രീലാൻസിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഏജൻസി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ക്ലയൻറ്റിനെ എങ്ങനെ ഓൺബോർഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവും. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഓൺബോർഡിംഗ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ക്ലയൻറ്റ് കൺവേർട്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ക്ലയൻറ്റ് കൺവേർട്ട് ആവുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ കമ്മ്യൂണിക്കേഷനും അതിലെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇതുപോലത്തെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞല്ലാതെ വേറെ ഏതെങ്കിലും വീഡിയോ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഓൾസോ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഞാനിവിടെ യൂട്യൂബിൽ എടുത്ത വീഡിയോസ് കുറച്ച് കുറവാണ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് സ്റ്റോറിയും ഇൻസ്റ്റാഗ്രാം ചാനലിലൊക്കെ ഞാനൊക്കെ കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയി ലൈവായിട്ട് ഓരോ അപ്ഡേറ്റ്സ് ഞാൻ തരാറുണ്ട്. എൻ്റെ ക്ലയൻറ്റിൻ്റെ ബേസിസിലാണെങ്കിലും ഞാൻ എന്തൊക്കെ വർക്ക് ചെയ്യുന്നു, എന്തൊക്കെ ക്ലയൻസിനെ പിച്ച് ചെയ്യുന്നു, എന്തൊക്കെ സർവീസസ് പിച്ച് ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് ലൈവായിട്ട് തന്നെ റെഗുലർ ബേസിസിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും ഇൻസ്റ്റാഗ്രാം ചാനലിലും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഇടുന്ന കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് വേണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. ഓൾസോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ്. Stay tuned for the next video, and if you have any other suggestions you can let me know in Instagram message or in the comments. Bye.